ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ടോക്ക് ഓഫ് ദി ടൗണിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് രാധിക മേനോൻ ഹിയർ. ഹായ്, ദിസ് ഇസ് വികാസ് കാർത്തിക്. ടോക്ക് ഓഫ് ദി ടൗണിലെ ഇന്നത്തെ അതിഥികൾ കിഡിലൻ കോംബോ. വേറെ വൈബാണ്, പവറാണ്, വേറെ ലെവലാണ്. അഷ്കർ പയ്യോളി, ഹിഷാന അബു. വെൽക്കം ടു ടോക്ക് ഓഫ് ദി ടൗൺ. താങ്ക് യു. ഒപ്പം നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സലീൽക്ക വന്നിട്ടുണ്ട്. സലീൽക്ക ആളൊരു പുലിയാണ്. ആള് സീനിയർ കീബോർഡിസ്റ്റ് ആണ്. പിന്നെ സിത്താറ്, വയലിൻ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അപ്പൊ സലീൽക്ക, വെൽക്കം ടു ടോക്ക് ഓഫ് ദി ടൗൺ. അപ്പൊ പതിവ് പോലെ ടീം ടോക്ക് ഓഫ് ദി ടൗണിന്റെ ഭാഗമായി ഒരു വെൽക്കം സോങ് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി രാധിക പാടുന്നു. ഒരുപാട് രണ്ടുപേരും നല്ല ചില്ലാണ്. സോ അവർക്ക് ചില്ലായിട്ടുള്ള സോങ് തന്നെയാണ്. സന്തോഷം. താങ്ക് യു. ട്രാക്ക് വരുന്നില്ല. पचहत्तर हमारे भेजा तो कर 77 इशारे दिल मेरा काम का ही तरसते बेचारे भेजा तो कर 77 इशारे दिल मेरा मुफ्त का दिल मेरा So once again, welcome Hishani and thank you. Okay. താങ്ക് യു. അടിപൊളി. സൂപ്പർ ഇൻട്രോ. താങ്ക് യു. അപ്പൊ നമുക്ക് ഹിഷാനയിലും തുടങ്ങാം. അതെ, ഒരു വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാന്നറിയാം. അതെ. അപ്പൊ പുതിയൊരു വിശേഷമുണ്ട്. പുതിയ ആൽബം ഇന്നലെ റിലീസായി. മഴത്തുള്ളി അല്ലെ? നമുക്ക് മഴത്തുള്ളിയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാം. ഓക്കെ. അപ്പോൾ ഇത് ചെറുപ്പം മുതലേ നമ്മൾ ആൽബത്തിലൊക്കെ പാടി തുടങ്ങി. ഇപ്പോൾ ഒരു പുതിയ ആൽബം റിലീസായിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായും നിങ്ങളെല്ലാവരും അത് കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. മമ്മൂട്ടി പാരൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് റിലീസായിരിക്കുന്നത്. ഇത് സോളോ സോങ് ആണ്. ഞാനാണ് പാടിയിരിക്കുന്നത്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് മമ്മൂട്ടി അങ്കിൾ തന്നെയാണ്, മമ്മൂട്ടി പാരലാണ്. പിന്നെ ലിറിക്സ് ചെയ്തിരിക്കുന്നത് ഗഫൂർ കൊളത്തൂർ. പിന്നെ ഇതിൻ്റെ വോക്കൽ നമ്മൾ റെക്കോർഡിങ് ചെയ്തത് സലീലാങ്കിൾ അടുത്താണ്. അപ്പോൾ സലീലാങ്കിളും ഈ പറയുന്നത് പോലെ എൻ്റെ മോസ്റ്റ് ഓഫ് ദി എല്ലാ ആൽബംസും നമുക്ക് സപ്പോർട്ട് തന്നിട്ടുള്ള ആളാണ് സലീലാങ്കിൾ. അവിടെ നിന്ന് നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടാത്തൊരു സുഖമാണ് എനിക്ക് സലീലാങ്കിൾ ആകുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു സ്ഥലം സലീലാങ്കിൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആണ്. മഴത്തുള്ളി എന്ന് പറയുമ്പോ ഹിഷാന പാടിയിട്ടുള്ള എത്രാമത്തെ ആൽബമായിട്ട് വരും? ഒരു 35th ഒക്കെ ആയിരിക്കും. അപ്പോ സലീൽക്ക, ഹിഷാനായിട്ടും അഷ്കർ ഭായിയായിട്ടുള്ള അനുഭവം എങ്ങനെയാണ്? നിങ്ങളുടെ ഒരു കോമ്പോ, നിങ്ങളുടെ 3 പേരും ചേർന്ന ഒരു പരിപാടി. ഹിഷാനെ ചെറുപ്പത്തിലേ അറിയുന്നതാണ്. പിന്നെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളെ കൂടെ നന്നായി പാടും.
പിന്നെ അതുകൊണ്ട് ഞാൻ കൂടുതൽ സപ്പോർട്ടും ചെയ്യാറുണ്ട്. പിന്നെ അധിക റെക്കോർഡിങ്ങിനും എന്നെ സജസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഞാൻ പറയുന്ന മാതിരി പാടാറുമുണ്ട്. എങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്നത് അതേപോലെ അവളെ തൊണ്ടേന്ന് കറക്റ്റ് വരും ചെയ്യും. പിന്നെ അസ്കറും എൻ്റെ കൂടെ കുറേ ആൽബത്തിൽ വന്ന് റെക്കോർഡിങ്ങിന് വന്ന ആളാണ്. അപ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പറയണത് അവർ നല്ല രസമായിട്ടാണ് അവർ അതിൻ്റെ പാട്ടും എല്ലാ പാട്ടുകളും അവർ കമ്പോസ് ചെയ്യുന്നതും. ഇപ്പോൾ സംഗീതം ചെയ്യുന്ന ആളാണ് അസ്കർ. കുറേ സമയം സംഗീതം ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ കുറേ കമൻറ്റ് അവരോട് തന്നെ പിന്നെ ഇപ്പോൾ നല്ലതാണെങ്കിലും ചീത്തയായാലും ഞാൻ അസ്കറിനോട് പറയാറുണ്ട്. പിന്നെ അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. നമുക്കിനി ഞാനിവിടെ 22 വർഷമായി. ഒരു 20 വർഷം ഞാൻ അബുദാബിയിൽ നിന്നു. ഇപ്പം ഞാൻ ദുബായിലാണ്. അപ്പോൾ അബുദാബിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. പിന്നെ സ്ട്രിങ്സ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് മുസ്തഫയിൽ. അപ്പോൾ അവിടെ വീക്കിലി പോയിട്ട് 2 days ക്ലാസ് എടുത്തിട്ട് പിന്നെ അബുദാബിയിൽ പിന്നെ പ്രോഗ്രാംസ് പൊതുവെ കുറവാണ്. എന്നാലും ദുബായിൽ വെച്ച് നോക്കുമ്പോൾ ബുർജ് ഖലീഫയിലും ഇങ്ങനത്തെ ഇതിലൊക്കെയാണ് നമുക്ക് പ്രോഗ്രാമിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു 6 മാസത്തെ കോൺട്രാക്റ്റൊക്കെ ബുർജ് ഖലീഫയിലും അതേമാതിരി ജുമേരയിലും. പിന്നെ ഇപ്പോൾ ഓൾറെഡി നമുക്ക് പിന്നെ ഗോൾഡൻ വിസ നമുക്ക് പിന്നെ ഗവൺമെന്റിന് നമുക്ക് അതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. സലീൽക്ക് അന്നത്തെ കാലത്തെ പ്രോഗ്രാമും അത് ഇപ്പോഴും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? സ്റ്റേജ് ഷോസിലാണെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഡിഫറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഇപ്പോൾ അധികം പിന്നെ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ 6 പീസും 7 പീസും ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു. ഇപ്പോൾ മാക്സിമം ഒരു കീബോർഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും, 4 പീസ് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ അതിൽ നിന്നും കുറഞ്ഞിപ്പോൾ കരോക്ക ആളുകളെടുത്ത് ഇപ്പോൾ നമ്മൾ ഈ കൊറോണ വന്നതിന് ശേഷം എല്ലാവരും പിന്നെ അറിയാമല്ലോ ഇപ്പോഴത്തെ. അപ്പോൾ അങ്ങനെ ഒരു പിന്നെ സിംഗേഴ്സൊക്കെ നല്ല സിംഗേഴ്സ് പണ്ടത്തെ പോലെയല്ല. അപ്പം നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റി അവർക്കുണ്ട്. ഇങ്ങനത്തെ പിന്നെ യുബലിൽ ഇങ്ങനത്തെ ഓരോ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ അവർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ നമുക്കുണ്ടല്ലോ പ്രോഗ്രാമിനെല്ലാം. തീർച്ചയായും. അപ്പൊ നമുക്ക് മഴത്തുള്ളി സലീലേക്ക് തിരിച്ചു വരാം. പാട്ട് മറന്നു പോയിച്ചാണ്. അല്ല, നമ്മൾ ഇതൊരു ചോദ്യം ഉത്തരം എന്നുള്ള നമ്മളിങ്ങനെ ചുറ്റും കുറച്ചു നേരം സംസാരിക്കും, അങ്ങനത്തെ ഒരു പരിപാടി. മഴത്തുള്ളി ഇപ്പൊ ഒരു ലവ് സ്റ്റോറിയാണ് അല്ലെ? അപ്പൊ അതില് 2 വരി നമുക്ക് തുടങ്ങാം അല്ലെ? നീലാതാരമായൊരുരാഗം അതിൽ നിന്നിലലിയും യാമം കിനാക്കായലരികിൻ തീരം കരൾ പങ്കിടാമൊരു നേരം കിനാക്കായലരികിൻ തീരം കരൾ പങ്കിടാമൊരു നേരം അവൻ മൂളുമീശ്വരരാഗം ഏതോ കാവ്യമറിയും യാഗം നീലാതാരമായൊരുരാഗം അതിൽ നിന്നിലലിയും യാമം. താങ്ക് യു. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള വോയിസ് കേട്ടോ. ഭയങ്കര രസമായിട്ട് കേൾക്കാനായിട്ട്. നമുക്ക് ഈ മഴത്തുള്ളിയിലെ കുറച്ച് വിഷ്വൽസ് അല്ലെ? ഇന്നലെ റിലീസായ ഏറ്റവും പുതിയ മ്യൂസിക് ആൽബം മഴത്തുള്ളിയിലെ കുറച്ച് രംഗങ്ങൾ നമുക്ക് കാണാം. നീലാതാരമായൊരുരാഗം അതിൽ നിന്നിലലിയും യാമം കിനാക്കായലരികിൻ തീരം കരൾ പങ്കിടാമൊരു നേരം കിനാക്കായലരികിൻ തീരം കരൾ പങ്കിടാമൊരു നേരം അവൻ മൂളുമീശ്വരരാഗം ഏതോ കാവ്യമറിയും യാഗം
അപ്പോ മഴത്തുള്ളികൾക്ക് എല്ലാവിധ ആശംസകളും ഇത് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് മമ്മൂട്ടിയങ്ങളോട് എനിക്ക് പ്രത്യേകം നന്ദി പറയാനുണ്ട്. കാരണം ഇത്രയും നല്ലൊരു സോങ് എനിക്ക് തന്നതിൽ ഒരുപാട് സന്തോഷം. നല്ല മ്യൂസിക് ആണ്, ഒരു വെറൈറ്റി മ്യൂസിക്. അതെ, അപ്പോ നല്ല ഞാൻ ചെയ്ത ആൽബങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തത ഉള്ള ഒരു ആൽബമായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഒരുപാട് നന്ദി മമ്മൂട്ടിയങ്ങൾ. താങ്ക് യു. നിങ്ങൾ രണ്ടുപേരും കാണാനും നന്നായിട്ടുണ്ട്. ഹീറോന്റെ പേര് മെഹറൂഫ്. അപ്പോ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ 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 ആരാണ്? ഇത് ജലാൽക്കാണ്. ജലാൽക്ക, എവിടുന്നാണ് വിളിക്കുന്നത്? അലൈന്നാണ്. അലൈന്നാണ്. നമ്മുടെ ഒപ്പം അഷ്കർ ഭായി മിഷാനിയുണ്ട്. ഹലോ അങ്കിൾ. ഹലോ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ജലാൽക്ക സലാം ഉണ്ട്, നമസ്കാരം. എങ്ങനെ പ്രോഗ്രാം എങ്ങനെ ഉഷാറായി പോന്നോ? അടിപൊളിയായിട്ട് പോകുന്നു. അടിപൊളിയായിട്ട് പോന്നു. അല്ല, നിങ്ങളുടെ പ്രോഗ്രാം ഉണ്ടെന്നിട്ട് വിളിച്ചതാണ്. ഒരുപാട് സന്തോഷം. എങ്ങനെ എന്താണ് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അങ്കിളാണ്. ആളും ചെറിയ പാട്ടുകാരനാണ്. ടോക്ക് ഓഫ് ദ ടൗൺ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേരും മൂടാമോ? അങ്ങനെ പാട്ടുകാരൊന്നുമല്ല, അത് അവര് വെറുതെ പറയുന്നത്. സന്തോഷല്ലേ? അങ്കിൾ പാടും ഏതെങ്കിലും ഒരു പാട്ട്, ഒരു വരി. മാപ്പിളപ്പാട്ടൊക്കെ ഒരുപാട് ഇഷ്ടമാണ്, നല്ലോണം പാടുന്ന ഒരാളാണ്. മാപ്പിളപ്പാട്ട് നോക്കാം. ഞങ്ങൾ ഒന്നിച്ച് ഓരോ പ്രോഗ്രാം ഇങ്ങനെ എന്താ പറയാ, അഷ്കറും ഇഷാനയൊക്കെ ഓരോ പ്രോഗ്രാമുകൾ ചെയ്യുന്ന ആൾക്കാരാണ്. അതിലൊരു ഇഷാനയും ഒക്കെ നല്ല അലയിലെ പ്രശസ്ത ഗായികയാണ്. പിന്നെ അഷ്കറും അലയിലെ നല്ലൊരു ഗായകനാണ്. അതെ, ഇവരുടെ കോംബോ ഒരു പൊളിയല്ലേ? അടിപൊളിയാണ്. അപ്പൊ ജലാൽക്ക ഒരു പാട്ട് ചെറുതായിട്ട് രണ്ടുപേര് ഹിറ്റ് ഫേവറേറ്റ്. വൈബാവട്ടെ. ഓക്കെ. ഞാന് അങ്ങനെ പാട്ടൊന്നും അധികം പാടാൻ അറിയില്ല. എങ്കിലും ജസ്റ്റ് ഇങ്ങനെ ഈ ബാത്റൂം സിംഗർ എന്നൊക്കെ പറഞ്ഞ മാതിരി ചെറുതായിട്ട് പാടുന്ന ഒരാളാണ്. ഇങ്ങനെ പാട്ടൊക്കെ പാടുന്ന ആളാണ്. അങ്ങോട്ട് പാട് ജമാൽക്ക. മണിദീപമേ മക്കി മദീന നിലാവേ മഖബൂൽ യാസീൻ മുഹമ്മദ് റസൂലേ. മണിദീപമേ മക്കി മദീന നിലാവേ മഖബൂൽ യാസീൻ മുഹമ്മദ് റസൂലേ. മതിയോ? താങ്ക് യു ജലാൽക്ക. അപ്പൊ ഹാപ്പി വീക്കെൻഡ്. ജലാൽക്ക വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അഷ്കറാണ്. എന്തായാലും പ്രോഗ്രാം ഉഷാറാവട്ടെ. ഓ താങ്ക് യു. ജലാൽക്ക് നല്ലൊരു കലാകാരനാണ്. അതിലുപരി നല്ലൊരു കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് നല്ല ഇപ്പൊ എന്റെ ഈ ആൽബം ആള് പ്രൊമോട്ട് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഷെയർ ചെയ്തിട്ട് ഭയങ്കര സപ്പോർട്ടാണ്. നമ്മളെ കലാകാരന്മാര് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഈവൻ ആളുടെ വൈഫ് ബിനുദാന്റി ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ്. പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പാടുന്നുണ്ട്, നന്നായി പാടും. ഞാനിപ്പോ അഷ്കർക്കിലോട്ട് വരികയാണ്. അവിടെ ഇരുന്നാ മതി. അഷ്കർക്ക് നല്ലൊരു സിംഗറാണ് എനിക്കറിയാം. പിന്നെ നല്ലൊരു മ്യൂസിക് ഡയറക്ടർ കൂടിയാണെന്ന് കേട്ടു. മ്യൂസിക് ഡയറക്ടർ അങ്ങനെ ഒരു ആക്സിഡന്റലി സംഭവിച്ചൊരു കാര്യമാണ്. സിംഗറിൽ നിന്ന് മ്യൂസിക് ഡയറക്ടറിലോട്ടുള്ള ഒരു ജേർണി എങ്ങനെയായിരുന്നു? അത് എന്താ പറയാ, പെട്ടെന്ന് ഒരാള് എനിക്കൊരു ലിറിക്സ് അയച്ചിട്ട് ഇതൊന്നും പാടിത്തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു 2 വരി ഞാൻ അതങ്ങോട്ട് പാടിക്കൊടുത്തു. അപ്പോൾ അത് അവർക്ക് ഓക്കെ ആയി. അവർക്ക് പാടാനായിട്ട് എന്നോട് കമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. ഞാൻ കമ്പോസറും അല്ല, ഒന്നും ആയിരുന്നില്ല. അപ്പോൾ ആ 4 വരി പാടിയപ്പോൾ അവർക്ക് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഞാൻ ഓക്കെയാണ്, ബാക്കിയും കൂടി എഴുതി ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഫസ്റ്റ് പാട്ട് എൻ പ്രാണനെ എൻ ജീവൻ. അത് ഒരുപാട് ഹിറ്റായി, വൈറലായ സംഭവം. അപ്പോൾ അതൊരു പിന്നെ അത് ഭയങ്കര ഹിറ്റായി. രണ്ടാമത് അവർ വന്നു ഇതേപോലെ. ഞാൻ പറയാം അത് എങ്ങനെയോ സംഭവിച്ചാണ്. ഞാനൊരു സംഗീതം ശാസ്ത്രീയമായി പഠിച്ച ഒരാളൊന്നുമല്ല. ഇപ്പോൾ സലീൽ ഖാൻ്റെ ഒക്കെ സപ്പോർട്ടും ഇവരൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രത്തോളം പാടുന്നുണ്ടെങ്കിലായത്. ഒട്ടും പ്രതീക്ഷിക്കാതെ എത്തിപ്പെട്ടതാണ് ഈ മേഖല. അതെ. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ട്, സലീൽക്കാണെങ്കിലും ഇഷാനയാണെങ്കിലും നമ്മൾ വന്ന വഴിയിലൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയത്. അപ്പോൾ അങ്ങനെയാണ് സംഗീത സംവിധാനമായത്. അങ്ങനെ ഇപ്പോൾ 4, 5, 6 പാട്ട് ഇപ്പോൾ ചെയ്ത് അവരെ ഒരു സംഗീതം ചെയ്ത് പാടി അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ഞാൻ പാടാം ഫസ്റ്റ് പാട്ട്. എൻ പ്രാണനേ എൻ ജീവനേ എൻ ശ്വാസമേ എങ്ങാണു നീ
കാണാതെ കാണുന്നു നിൻ രൂപമെന്നും അണയാത്ത തീനാളമായി. ആഹാഹാ ആഹാഹാഹാഹാ പറയാതെ അറിയുന്നു നീ എൻ പ്രേമം അറിയാത്ത ഭാവമോടെ നുകരാതെ നിറയുന്നു നിൻ പ്രണയലാസ്യം മധുമാരി പൊഴിയുന്നുവോ തരളിതരാവിൻ്റെ ശ്രുതിയായി ഉണരും പനിമതി മമ മോഹമോ പാതി വിടർന്നൊരു മലർ പോലെ നിന്നിൽ പൗർണമി പൂത്തിങ്കളാ അറിയാതെ നീ എൻ്റെ ആത്മാവിനുള്ളിൽ മോഹത്തിൻ പേമാരിയ ആഹാഹാ അങ്ങനെ പോകുന്നത്. അല്ല നിങ്ങൾ രണ്ടുപേരും കൂടി അതെ അതെ ശരിക്കും അവരുടെ ഷാനയുടെ സൗണ്ട് രണ്ടുപേരും കൂടി വന്നപ്പോ ഭയങ്കര അപ്പൊ നിങ്ങളുടെ രണ്ടുപേരും കൂടിയിട്ടുള്ള ഈ കോംബോ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഒരു അത് ഇഷാന പറയും എങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് മാക്സിമം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കാണാറുള്ളത്, വേദികളിലായാലും എവിടെയെങ്കിലും ഒരുമിച്ചാണ്. അപ്പൊ വീഡിയോസ് ആയാലും അങ്ങനത്തെ പല കുമാരൻ അല്ല ഇവിടെ മറയില്ലാണ്ട് എന്തും പറയാം. കുറച്ചൊക്കെ പറയാനല്ലതാ. അതെന്ന് പറഞ്ഞാല് എനിക്കൊരു ആൽബം ഇതിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു പാർക്കില് അല്ലേ, പാർക്കിൽ നിന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ അവിടെ എന്തിനോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്, വടി പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടായിരുന്നു. എനിക്ക് എന്തിനോ ഇല്ല, എനിക്ക് മനസ്സിലായില്ല അതാരാണ്. നമ്മള് ജസ്റ്റ് ഒരാളെ കണ്ടു അങ്ങനെ. പിന്നെ എൻ്റെ ഓരോ ഷോട്ടുകൾ എടുക്കുന്ന സമയത്ത് പിന്നെ പപ്പയും ഇക്കയും തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആയി. ഷൂട്ടായിരുന്നു, ഒരു ആൽബത്തിന്റെ ഷൂട്ടായിരുന്നു. അങ്ങനെ പിന്നെ പപ്പയും ഇക്കയും ഭയങ്കര ക്ലോസ് ആയി. പിന്നെ അവര് നമ്പേഴ്സ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്തു. അങ്ങനെ പിന്നെ ISCയിലേക്കൊക്കെ പിന്നെ ഫസ്റ്റ് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് അലയിൽ വന്നപ്പം ഇഷാനന്റെ ഒരു സ്റ്റേജ് ഷോ നടക്കുകയാണ് അലയിൽ കുവൈത്താത്ത് ലുലുവിൽ. ഷാന ഷെരീഫ് കണ്ണൂരൊക്കെ ആയിട്ട് സിലയിൽക്കൊക്കെ ഉണ്ടല്ലോ, കണ്ണൂർ ഷെരീഫ്. അപ്പോൾ ഞാനിങ്ങനെ ആസ്വദം, എനിക്ക് ആഗ്രഹം ഉള്ളിൽ പാട്ടുകാരനാണ്, സ്റ്റേജിൽ കയറി പാടണൊക്കെ. എന്നാലും ചെറിയ ചെറിയ നമ്മൾ കല്യാണ വീട്ടിൽ ഒന്നും പാടുന്നില്ലാണ്ട്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് എന്നാണ് ഇതുപോലെയൊക്കെ ഒന്ന് പാടുക എന്നുള്ളത്. അന്ന് തന്നെ ഒരാളെ ഞാൻ അവിടുന്ന് കണ്ട് കോൺടാക്ട് ചെയ്തു, പക്ഷെ അവർ നമ്മളെ മൈൻഡ് ചെയ്തില്ല. പിന്നെ ഇഷാനെ ഫാമിലിനെ പരിചയപ്പെട്ട ഇഷാനന്റെ വാപ്പയാണ് എന്നെ ഫസ്റ്റ് പാട്ടുകാരനാണ് അറിയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ ISC കൊണ്ടുവരുന്നത്. അവിടെ നിന്നാണ് പിന്നെ ഡെവലപ്പ് ആയത്. ഈ വേയില് അഷ്കർ എന്ന ഗായകന് ആയി വളരാൻ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതെ അതെ തീർച്ചയായും, ഞാൻ എപ്പോഴും പറയാമെന്ന് അത് ഒരു വലിയ കാര്യം തന്നെയാണ്. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളാണ്. അവിടെ കൊണ്ടുപോയി ചേർത്ത് ഒരുപാട് കാര്യങ്ങൾ കൂട്ടിപ്പിടിച്ചു. അവിടെ നിന്നും അതുപോലെ തന്നെ കുഞ്ഞി നീലേശ്വരം മാഷ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ISCയിൽ വെച്ചിട്ട്. എല്ലാവരും നല്ല നല്ല സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയതെന്ന് പറയാം. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരും വീട്ടിൽ ഡിബേറ്റ് ആവാം അല്ലേ? ഏതാ പാടാ? നമ്മുടെ കാറിലുള്ള സോങ് കേട്ടിട്ട് തന്നെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇരിക്കുകയാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. സ്റ്റോറി ഇട്ടിട്ടേ ഒരുപാട് പേര് ചോദിച്ചു. ഒരു കോൾ ഉണ്ട്, നമുക്ക് ഒരു കോൾ ഉണ്ട്. ഹലോ 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 യെസ് യെസ് ആരാണ്? ഞാൻ ദാസാണ്. നമസ്കാരം. നമസ്കാരം നമസ്കാരം അഷ്കറാണേ. പറയൂ. ആഷ്കര പറയൂ. ആഷ്കര എന്താ ഇവിടെ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് ദാസേട്ടാ. അറിയാം. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഹിഷാനുണ്ട്, അസ്കർ ഭായി ഉണ്ട്. അതെ അതെ അതെ, വളരെ സന്തോഷം. ഓക്കെ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താണ്, സുഖാണ്, ഇങ്ങനെ പോണു. അതെ അല്ലേ, ഷോ കാണുന്നുണ്ടോ? ഞാൻ വെളിയിലാണ് ഉള്ളത് ഇപ്പോ. ഓക്കെ കുഴപ്പമില്ല. തിങ്കളാഴ്ച യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. തിങ്കളാഴ്ച. അപ്പൊ ഹിഷാന അഷ്കർ ഭായി സംസാരിക്കും. ദാസേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദാസേട്ടൻ ഇതേപോലെ തന്നെ നല്ലൊരു സിംഗറാണ്. അതിലുപരി സംഗീതം ക്ലാസ് പഠിച്ച ഒരാൾ കൂടിയാണ്. എന്നെ ഇതുപോലെ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. നമ്മളെ കൂടുതൽ ഒരു ചങ്കാണ്. ഒരുപാട് സ്നേഹമുള്ള ഒരു അങ്കിളാണ്. അതെ, നമ്മളിപ്പോ ഏതെങ്കിലും പാട്ടുകൾ എവിടെയെങ്കിലും നമ്മളിപ്പോ പാടിയിട്ട് അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരാനും, ഇല്ല അത് നല്ലതാണെങ്കിൽ നല്ലതാണ് സൂപ്പറാണ് എന്ന് പറഞ്ഞിട്ട് ഉള്ള സപ്പോർട്ട് തരാനും അങ്കിൾ സൂപ്പറാണ്. ദാസേട്ടാ ഒരു ചോദ്യം. ഇവര് പാടിയിട്ടുള്ള പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്?
ഇവര് പാടിയിട്ടുള്ള പാട്ടല്ല, എനിക്ക് പാടാൻ, എനിക്ക് ഇവരെ കൊണ്ട് പാടിക്കാൻ ഒരു പാട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഏതാണ് ഇവര് പാടിയ പാട്ടുകളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. അത് ഒത്തിരി പാട്ടുകളാണ്. ഇവര് നമ്മളൊരു ശരിക്കൊരു ഭയങ്കര ഒരു ഫാനാണ്. ഇവരെ പാട്ടിന്റെ കാര്യങ്ങൾ പറയാൻ നമ്മൾ ഒരു ഇതല്ല, കാരണം അത്രയും ടാലന്റഡ് ഇതാണ്, മൾട്ടി ടാലന്റഡ്. എനിക്കിപ്പോ ഇപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ നല്ലൊരു പാട്ട് ഇപ്പൊ വരുന്നത് SP ബാലസുബ്രഹ്മണ്യം പാടിയിട്ടുള്ള ഒരു ഗുരുവായൂരപ്പോ ഒരു തമിഴ് സോങ്. അതൊന്ന് ഇവർക്ക് വേണ്ടിട്ട് തന്നെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാം. ഇവർക്ക് വേണ്ടിട്ട് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാം. കാരണം അത് അത്രയും വളരെ ഒരു ആഗ്രഹമുണ്ട് ഇവര് പാടി കേൾക്കണം. ഇളയരാജ, അതെ, സംഗീതം ഇളയരാജ സാർ. അതെ, SP സാർ പാടിയ അതിമനോഹരമായിട്ടുള്ള പാട്ട്. ശ്രമിക്കാം, ശ്രമിക്കണം, പാടാൻ പറ്റും. അത് നിങ്ങൾ പാടിയില്ലെങ്കിൽ പിന്നെ ആരാ പാടുക? ഇഷാന, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. നന്നായിട്ട് പാടൂ. പ്രോഗ്രാം നന്നായിട്ട് നടക്കട്ടെ. അടിപൊളിയായിട്ട് നടക്കട്ടെ. വളരെ സന്തോഷം വിളിച്ചതില്. അങ്കിള് നല്ല പാട്ട് ഒരു രണ്ടുപേര് പാടാൻ പറ്റുമോ ഇപ്പോഴോ? രണ്ടുപേര് പാടാൻ പറ്റുന്നെങ്കിൽ ഇപ്പൊ ഏത് പാട്ടാ പാടുന്നത്? അങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ട്. ഗുരുവായൂരപ്പന്റെ പാടും. അത് അവര് പാടിക്കോട്ടെ. അത് അവരേറ്റവും മേരെ നേനുള്ള പാട്ട് അന്ന് പാടിത്തന്ന പാട്ടില്ലേ? ഞാസ്കറ ഇപ്പൊ വെളിയിലാണുള്ളത്. കൊഴപ്പില്ല, പാടിക്കോ. മേരെ നൈനാ सावन बादो फिर भी मेरा मन प्यासा, फिर भी मेरा मन प्यासा. താങ്ക് യു ദാസേട്ടാ. എന്തായാലും ഗംഭീരമായിട്ട് നടക്കട്ടെ പരിപാടി. തീർച്ചയായും. അപ്പൊ വളരെ സന്തോഷം വിളിച്ചത്, വളരെ സന്തോഷം. താങ്ക് യു ഇഷാന, താങ്ക് യു അഷ്കർ. താങ്ക് യു ദാസേട്ടാ. ദാസേന് വേണ്ടി ഗുരുവായൂരപ്പ എന്തായാലും പാടും. ഓ, പാടണം തീർച്ചയായിട്ടും പാടിക്കാം. താങ്ക് യു ദാസേട്ടാ. ഓക്കെ, ഗുരുവായൂരപ്പ പാടാം. ഗുരുവായൂരപ്പ 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 ഗുരുവായൂരപ്പ, நான் கொண்ட காதலுக்கு நீ தானே சாட்சி. ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ, വേണ്ടാத தெய்வமில்லை நீதானே. ராகே உனக்கு சொன்ன வேதமென்ன, நான் போகும் பாதை என்னாலும் உன் பாதை. யாரே உனக்கு சொன்ன வேதமென்ன, நான் போகும் பாதை என்னாலும் உன் பாதை. ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ, വേണ്ടാத தெய்வமில்லை நீதானே பாக்கி. வேண்டாத தெய்வமில்லை நீதானே பாக்கி. എനിക്ക് വരാം വീണ്ടും. എനിക്കൊക്കെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. അത് ഞാൻ അസ്കർ ഭായിയാണ് എനിക്ക് പ്രൊഫൈൽ അയച്ചിരുന്നത്. അതിനു മുമ്പ് നമ്മള് വേദിയിൽ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് എനിക്ക് വേറെ കൂടുതലൊന്നും അറിയില്ല. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണല്ലോ പ്രൊഫൈൽ എനിക്ക് അയച്ചത്. അപ്പൊ ഞാൻ എൻ്റെ ഉള്ളിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുന്നു, ആങ്കറിങ് ചെയ്യുന്നു, കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. പക്ഷെ ഈ പ്രൊഫൈല് കണ്ടപ്പോ ഞാൻ ഈ അഹങ്കാരമൊക്കെ കാട്ടി പറത്താണ് ചെയ്തത്. അതായത് പാട്ട്, ഡാൻസ്, പെയിന്റിങ്, ഡ്രോയിങ്, സോഷ്യൽ വർക്കുകളും എല്ലാ പരിപാടിയും, ഈ സാമൂഹ്യ സേവനം എല്ലാം അതുണ്ട്. എങ്ങനെയാണ് ഇത് എല്ലാം കൊണ്ടുപോകാൻ സാധിക്കണേ എന്നുള്ളത് സത്യം പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ ഡാൻസർ ആയിട്ടായിരുന്നു ഈ കുട്ടിക്കാലത്ത്, പാട്ടിനേക്കാട്ട് മുമ്പ് ഡാൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം സ്റ്റേജിൽ ചെയ്യുന്നത് ഒരു ഡാൻസ് ആണ്. പിന്നെ അതിന്ന് നമ്മൾ ഈ പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ട് പോകുമ്പോൾ, ബസ്സിലൊക്കെ പോകുമ്പോൾ കുട്ടികളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുമല്ലോ. അപ്പൊ അതുപോലെ എന്നെ കൊണ്ട് പാടിപ്പിച്ചപ്പോൾ അവർക്കൊക്കെ ലൈക്ക് ഒരു കഴിവുണ്ടല്ലോ എന്ന് തോന്നി. അങ്ങനെ നമ്മൾ ഈ അങ്കിൾമാരും ആന്റിമാരൊക്കെ പറയും മോളെ കൊണ്ട് പാടിപ്പിക്കണം എന്നൊക്കെ, പപ്പാടും മമ്മിയോടും.
അങ്ങനെ ആണ് പിന്നെ പാട്ടിലേക്ക് വന്നത്. സംഗീത പഠനത്തെ കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയായിരുന്നു സംഗീത പഠനം? ഞാൻ ഒരു 1.5 വർഷം ഞാൻ പോയിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഈ തിരക്ക് കാരണം ഈ പറഞ്ഞതുപോലെ പരിപാടികളും വേറുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതങ്ങനെ ബ്രേക്കായി. അത് ശരിക്കും ഒരു അത്ഭുതമാണ്, ഇത്രയും നന്നായിട്ട് പാടുന്നുണ്ട്. ടോക്ക് ഓഫ് ദ ടൗണിൽ ഒരു ചെറിയൊരു ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. ഇനി ഒരുപാട് പാട്ടുകളും ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉണ്ട്, വെയിറ്റ് ചെയ്യാം. ഓക്കെ, വെൽക്കം ബാക്ക് ടു ടോക്ക് ഓഫ് ദ ടൗൺ. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, സാമൂഹ്യ സേവനം. ഈ റംദാൻ ദിവസങ്ങളിൽ കിറ്റ് കൊടുക്കൽ, അതൊക്കെ എങ്ങനെയാണ് അതൊക്കെ? ഈ ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെയുള്ള മോട്ടിവേഷൻ ഓഫ് കോഴ്സ് നമ്മളെ പേരൻസ് ആണ്. പപ്പ, മമ്മി, പിന്നെ എൻ്റെ ബ്രദേഴ്സ് ആണെങ്കിലും ഇവരൊക്കെ നല്ല ഹെൽപ്പിംഗ് മൈൻഡ് ഉള്ളവരാണ്. അപ്പോൾ അത് ബ്ലഡിലുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഉണ്ടെന്നുള്ളപ്പോൾ എനിക്ക് പേഴ്സണലി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇൻ കേസ് ഞാൻ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഇപ്പോൾ വീട്ടിൽ നമ്മൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കിറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മമ്മി പറയും, എന്തായാലും ചെയ്യ്, സാരല്ല, നല്ല കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മിയുടെ സൈഡിൽ നിന്നും പുഷ് ഉണ്ടാവാറുണ്ട്. സോ അങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങൾക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയ്യാത്ത കുട്ടികളുടെ അടുത്ത് പോവുക, അല്ലെങ്കിൽ വൃദ്ധസദനത്തിൽ പോവുക, പാലറ്റീവ് കെയറിൻ്റെ കൂടെ, അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇവിടെയാണെങ്കിൽ റംസാൻ കിറ്റിന് കൊടുക്കാൻ പോകാറുണ്ട്, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സ്, അങ്ങനെയൊക്കെ. എന്തായാലും ഇതൊന്നും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ല, ഒരുപാട് വലിയ വലിയ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അഷ്കർ ഭായ്, നമുക്കൊരു ഡ്യൂറ്റ് പോയാലോ? ഡ്യൂറ്റ് പോവാ അല്ലേ? പോണോ? പോവാലോ. അതെ, ഡ്യൂറ്റ് നമുക്ക് ഏതാ പോവാം? അനുരാഗ് വിലോചന, ലാൽജി സിനിമ, വിദ്യാസാഗറിന്റെ സംഗീതം. അനുരാഗ വിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം, പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. പനിനീരിൻ പൗർണമി കാണും അഴകെല്ലാം ഉള്ളൊരു പൂവിൻ അറിയാതെ അനുരാഗ വിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം, പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. തണലും വെയിലും പുണരും തൊടിയിൽ മിഴികൾ പായുന്നു കൊടിയിൽ, കാണാനുള്ളിലുള്ള ഭയമോ കാണാനേറെയുള്ള രസമോ ഒന്നായി വന്നിരുന്നു വെറുതെ കാത്തിരിപ്പൂവിങ്ങലല്ലേ മൗനം തീരില്ലേ. അനുരാഗ വിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം, പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. റൊമാൻറ്റിക്. ലയിച്ചിരുന്നു. അപ്പൊ നമുക്കൊരു കോൾ ഉണ്ട് വീണ്ടും. ഹലോ ഹലോ ഹലോ, ആരാണ്? ഞാൻ ഷർമിന മനാഫ്. ഷർമിന മനാഫ്. ഓക്കെ, ഷർമിന മനാഫ് എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ ദുബായിൽ നിന്നാണ്. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ടോക്ക് ഓഫ് ദ ടൗൺ കാണുന്നുണ്ടോ? ഞാൻ ഭയങ്കര ഫാനാണ്. താങ്ക് യു. അപ്പൊ നമ്മുടെ ഇപ്പൊ 2 അഷ്കർ ഭായ് ഉണ്ട്,
ഇഷാനയുണ്ട്, ഹിഷാനയുണ്ട്. ഞാൻ എല്ലാ സോങ്സ് എല്ലാം കാണാറുണ്ട്. അത് ഞാൻ ഭയങ്കര ഫാനാണ്. ഇവർക്ക് വേണ്ടി വികാസിന്റെ വലിയൊരു ഫാനാണ് കേട്ടോ. താങ്ക് യു പവർ. പ്രോഗ്രാം ഒക്കെ അടിപൊളിയാണ്. ഓക്കെ, താങ്ക് യു. ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം വിളിച്ചതില്. എനിക്ക് ഒരു പാട്ട് പാടിത്തരാൻ പറ്റുമോ? തീർച്ചയായും. ഏത് പാട്ടാണ്? അങ്ങനെയൊന്നുമില്ല, ഏതെങ്കിലും ഒരു പാട്ട്. എല്ലാ പാട്ടും എനിക്ക് ഇഷ്ടമാണ് അവളുടെ. ഓക്കെ. റിഷാനല്ലേ പാടേണ്ടതല്ലേ? അതെ റിഷാന. അല്ല, നീ തന്നെ. ഓക്കെ, അപ്പൊ അല്ല, ഷർമിയുടെ 2 വാക്ക് സംസാരിക്കാം. അതെ അതെ അതെ. ഹലോ ഇത്ത. ഹായ് റിഷാന. എവിടെയാണ്? ദുബായിലല്ലേ? ഞങ്ങള് ദുബായില്. ഓക്കെ, ഫാമിലി എല്ലാവരും ഇവിടെയാണോ? എല്ലാവരും ഇവിടെ തന്നെയാണ്. എനിക്ക് 3 പിള്ളേരാണ്. എല്ലാവരും പഠിക്കണോ? നാട്ടില് തൃശ്ശൂരാണ്. ഞാനും തൃശ്ശൂരാണ്. ചേച്ചി തൃശ്ശൂരാണ്. അപ്പൊ ഞാൻ അടിപൊളി. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ എന്താ പരിപാടി വീക്കെൻഡ് ആയിട്ട് ഷർമി? സോറി, വീക്കെൻഡ് ആയിട്ട് എന്താ പരിപാടി? വീക്കെൻഡില്ല, ജസ്റ്റ് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. ഓ, ഓക്കെ 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 ഓക്കെ. അപ്പൊ നെക്സ്റ്റ് വീക്ക് നാട്ടിൽ പോവാ, അപ്പൊ അതിന്റെ ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ. ഓ, ഓക്കെ. അപ്പൊ ഇഷാൻ ഒരു പാട്ട് പാടി തരും. ആയിക്കോട്ടെ. ഓക്കെ. നിലാവേ മായുമോ പാടിയാലോ? ഓക്കെ. നിലാവേ മായുമോ ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. നിലാവേ മായുമോ കിനാവും തലോടും പാട്ടുമാ ഇതൾ മാഞ്ഞൊരോർമ്മയെല്ലാം ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോ. നിലാവേ മായുമോ കിനാവും നോവുമായി ഇളം തേൻ തെന്നലായി തലോടും പാട്ടുമായി മുറ്റം നിറയെ വിങ്ങിപ്പടരും മുല്ലക്കൊടി പൂത്ത കാലം തുള്ളിത്തൊടിച്ചും തമ്മിൽ കൊതിച്ചും കുഞ്ചിക്കളിയാടി നമ്മൾ നിറം പകർന്നാടും നീനവുകളെല്ലാം കതിരണിഞ്ഞൊരുങ്ങും മുൻപേ ദൂരെ ദൂരെ പറയാതെ അങ്ങും നീ മാഞ്ഞു പോയില്ലേ. താങ്ക് യു. അപ്പോ അഷ്കർക്ക, ഞാൻ വീണ്ടും വരികയാണേ. മ്യൂസിക് ഡയറക്ടറാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു, എനിക്കൊരു 4 ലൈൻ തന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ട്യൂൺ കൊടുത്ത് നോക്കിയതാണ്. പക്ഷെ അത് ഭയങ്കര ഹിറ്റായി. അപ്പൊ അങ്ങനെ ഒരു ടാസ്ക് ഇപ്പൊ തന്നാ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ നിങ്ങൾ പ്ലാൻ ചെയ്ത് നടത്തിയതാണ്. ഒരിക്കലും ഇല്ല. കാരണം ഇതിങ്ങനെ കേട്ടപ്പോ തൊട്ട് മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഒന്ന് എഴുതി ഒന്ന് പാടിച്ചു നോക്കി. നല്ല തീരുമാനം, മികച്ച തീരുമാനം. ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് പണി തരാൻ പറ്റും. സോ ഇവിടെ ഒരു കവി കൂടി ഉണ്ട്. ഇതാ വികാസം അടുത്ത പണി എനിക്കൊന്നും തരരുത് പ്ലീസ്. അഷ്കർക്ക് അത് മ്യൂസിക് ചെയ്യും, എന്നിട്ട് ഹിഷാനി അത് പാടുകയും ചെയ്യും. അല്ല, ഹിഷാനി അത് പാടും, അഷ്കർക്ക് പാടും. ഞാൻ എഴുതുന്നില്ല. അപ്പൊ വികാസ് എഴുതിയിട്ട് അഷ്കർക്ക് ഇപ്പൊ ഒരു മ്യൂസിക് ചെയ്യാൻ നോക്കാം. അടിപൊളി. സോ നമുക്ക് തുടങ്ങിയാലോ? വികാസ് റെഡിയാണോ? ഞാൻ സംഗീത സംവിധായകൻ, ഞാനൊരു എന്താ പറയുക, ഇപ്പോഴും ഞാനത് പറയാൻ ഒരാളല്ല എന്റെ ഉള്ളിൽ. കാരണം
തീരെ എന്നെ ഈ തീരെ അഹങ്കാരമില്ല. ഇല്ല, തീരെ എന്നെ ഈ രംഗത്ത് കൊണ്ടുവന്നത് അതിഥി അനീഷ് കുമാർ എന്ന ഒരാളാണ്. അദ്ദേഹം ഒരു എൻ്റെ ലൈവ് ഷോ കണ്ടിട്ട് എൻ്റെ പാട്ട് കൂടെ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ 4 വരി എഴുതിയിട്ട് എന്നെ കൊണ്ടൊരു സംഗീത സംവിധാനം ആക്കിയത്. അപ്പോൾ അതിഥി അനീഷ് കുമാർ നല്ലൊരു രചയിതാവ് കൂടിയാണ്, നല്ലൊരു കലാകാരി കൂടിയാണ്. അപ്പോൾ എപ്പോഴും അതിഥിക്കൊരു ബിഗ് താങ്ക്സ്. ഇങ്ങനൊരു പാട്ടുകൾ എഴുതാൻ എന്നെ വിശ്വസിച്ച് വന്നതിൽ ഒരു താങ്ക്സ് ഉണ്ട്. അല്ല, ഇതിപ്പോ എനിക്ക് പണിയാണ് തന്നേക്കുന്നത്. 4 പേര് എന്നോട് എഴുതാനൊക്കെ പറഞ്ഞു. അല്ല, നമുക്ക് കേൾക്കാൻ ഒരു ക്യൂരിയോസിറ്റി എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഞങ്ങൾ 2 പേർക്കും ഉണ്ട് അല്ലേ? യെസ്, പെട്ടെന്ന് എഴുതാൻ ഞാൻ വലിയ കവിയൊന്നല്ലല്ലോ. അപ്പൊ ഒരു സോങ് പോവും, അതിനിടയിൽ ഞാൻ 2 പേര് എഴുതി നോക്കാം. ഓക്കെ ഓക്കെ, അല്ലാണ്ട് പെട്ടെന്ന് ഞാൻ തന്നെ പാടണം പിന്നെ? ഓക്കെ, ഞാൻ പാടാം. ഞാനിപ്പോൾ എൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ ഞാൻ തന്നെ സംഗീതം, ഇപ്പം എൻ്റെ നല്ല ഇവിടെ നടക്കുന്നത് ഞാൻ തന്നെ സംഗീതം ചെയ്തു. ഞാനും നമ്മളെ ഈ പ്രാവശ്യം ഐഡിയ സ്റ്റാർ സിംഗറിലെ ശ്രീലക്ഷ്മി സന്തോഷം കൂടി പാടിയ ഒരു ഡ്യൂട്ട് സോങ് ഉണ്ട്, ആദ്യമായി കണ്ടത് മുതൽ എന്നുള്ള. അതിൻ്റെ ഒരു 2 വരി പാടാം. 2 വരി മതി കേട്ടോ, കൂടുതലുണ്ട. ആദ്യമായി കണ്ടത് മുതലേ അറിയാതെ തോന്നിയൊരിഷ്ടം അനുരാഗമാണെന്നറിയാതെ നോവുന്ന മിഴിനീർ കനവിൽ നീ എന്ന രൂപം മാത്രം കാണുന്നു ഞാനേകനായി. നീയേ എന്നുള്ളിൽ ഒരു പൊന്നാളമായി, സഖി നീയേ എൻ ജീവന്റെ നേർപ്പാതിയായി. നീ എൻ്റെ ഉള്ളിൽ പണ്ടേ കനവായി മാറിയതല്ലേ, ഞാൻ പോലും ഒന്നും അറിയാതെ. ഉള്ളിൻ്റെ ഉള്ളിൽ പതിയെ മഴവില്ല് പോൽ നിൻ രൂപം ഹൃദയത്തിൽ അന്നേ ചേർത്തു ഞാൻ. മഴനീർത്തുള്ളിയായെൻ്റെ ചാരത്തുവാ, എൻ്റെ ജീവന്റെ താളമായി നീ മാറുമോ. എനിക്കുള്ളൊരു പണി അവിടെ ഇത്ര പെട്ടെന്ന് എഴുതിയോ? നീ വിശകാവിയാട്ടാ. അപ്പൊ ഇതാണ് വരിക, വായിച്ചു കൊടുക്കും. ആത്മാവിതറിയുന്ന സ്നേഹമേ, അനുരാഗമായി നീ വന്നുവോ, സ്നേഹാമൃതത്തിൽ പൊൻതാലമായി. സ്നേഹാമൃതത്തിൽ പൊൻതാലമായി തെളിയുന്നൊരെഴുതിരി പൊന്നാളമായി. തെളിയുന്നൊരെഴുത്തിരി പൊന്നാളമായി ഹൃദയത്തിൽ നീ വന്നു ചേരുന്നു. ഇതൊരു വല്ലാത്തൊരു പണിയായി എന്തായാലും. സ്നേഹം ഇല്ല, അനുരാഗമായി നീ വന്നുവോ. ഓക്കെ, സ്നേഹാമൃതത്തിൻ പൊൻതാലമായി തെളിയുന്നൊരു തിരി പൊന്നാളമായി ഹൃദയത്തിൽ. അയ്യോ കേൾക്കാം. താനാനാനാനാനാനാനാ താനാനാനാനാനാനാനാ താനാനാനാനാ താനാനാനാ താനാനാനാനാനാ താനാനാ താനാനാനാനാനാ താനാനാ. ആത്മാവിതറിയുന്ന സ്നേഹമേ, അനുരാഗമായി നീ വന്നുവോ, സ്നേഹാമൃതത്തിൻ പൊൻതാലമായി തെളിയുന്നൊരു തിരി പൊന്നാളമായി ഹൃദയത്തിൽ നീ വന്നു ചേരുമോ. ഒന്ന് പാടാൻ ചേരുമോ. ആത്മാവിതറിയുന്ന സ്നേഹമേ, അനുരാഗമായി നീ വന്നുവോ, സ്നേഹാമൃതത്തിൻ പൊൻതാലമായി തെളിയുന്നൊരു തിരി പൊന്നാളമായി പൊന്നാളമായി ഹൃദയത്തിൽ നീ വന്നു ചേരുമോ.
ഹൃദയത്തിൽ നീ വന്നു ചേരുമോ ആത്മാവിതറിയുന്ന സ്നേഹമേ അനുരാഗമായി നീ വന്നുവോ സ്നേഹാമൃതത്തിൽ പൊൻതാളമായി തെളിയുന്നൊരു തീരി പൊന്നാളമായി ഹൃദയത്തിൽ നീ വന്നു ചേരുമോ ഹൃദയത്തിൽ നീ വന്നു ചേരുമോ. ഓ ഗംഭീരം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മറ്റേ വലിയ ഷോയിലൊക്കെ കാണാറുണ്ട്. അതാണ് എസ്പെഷ്യലി നന്നായിട്ട് വായിച്ചു. ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ലൈവ് കമ്പോസിഷൻ എഴുതുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വരികൾ തട്ടിക്കൂട്ടിയതാണല്ലോ. പാട്ടാക്കാം, ഞാൻ പാടാം. അല്ല രണ്ടുപേരും കൂടി പാടാലോ. അല്ല ഇവിടുന്ന് ആ സോങ്ങിനുള്ള ഒരു തുടക്കമായിക്കോട്ടെ, അതെ 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 പിന്നെ ബാക്കിയും കൂടി വരട്ടെ. തീർച്ചയായും ഇതൊരു നമുക്ക് മ്യൂസിക് ആൽബം ആക്കാം. അതെ ഒരുപാട് സന്തോഷം. അടിപൊളി അല്ലേ. അപ്പം നിങ്ങളുടെ ഒരു മറ്റേ ആ കാറിലുള്ള പാട്ട് ഓം ശാന്തി ഓമിത്തെ പാട്ട് ഭയങ്കര വൈറലായിരുന്നു അല്ലേ. അതെ അത് സോനു നിഗമും മൽക്ക യാഗ്നിക്കാണ് അല്ല ശ്രേയ ഘോഷാൽ പാടിക്കണേ. വിശാൽ ശേഖറാണ് മ്യൂസിക്. പോവല്ലേ? അതെ. तुमको पाया है तू जैसे खोया हूँ कहना चाहो भी तो तुमसे क्या कहूँ तुमको पाया है तू जैसे खोया हूँ कहना चाहो भी तो तुमसे क्या कहूँ किसी ज़बान में भी वो लफ्ज़ ही नहीं कि जन्नत तुम हो क्या तुम्हें बता सकूं मैं अगर कहूँ तुम साहसी कायनात में नहीं है कहीं तारीफ ये भी था सच है कुछ भी नहीं तुमको पाया है तो जैसे खोया हूँ कहना चाहो भी तो तुमसे क्या कहूँ किसी ज़बान में भी वो लफ्ज़ ही नहीं कि जन्नत तुम हो क्या तुम्हें बता सकूं मैं अगर कहूँ तुम साहसी कायनात में नहीं है कहीं तारीफ ये भी तो सच है कुछ भी नहीं അത് പാട്ട് तुम हो ये मेहरबान तो है दास्तां अब तुम्हारा मेरा एक है कारवां तुम जहां में वहां मैं अगर कहूँ हम सफर मेरी अप्सरा हो तुम या कोई परी तारीफ ये भी तो सच है कुछ भी नहीं तुमको पाया है तो जैसे खोया हूँ പൊളി. അടിപൊളി. താങ്ക് യു പിന്നെ ഹിഷാന കവിതാ പാരായണത്തിന് ഒരുപാട് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിട്ടുണ്ട് പറഞ്ഞു. നമ്മള് പാട്ട് പാടുന്നത് പോലെയല്ല കവിത ആവുമ്പോ. പൊതുവെ ഞാൻ ഒരു എന്താ പറയാ തീരെ ശബ്ദമൊക്കെ ഇല്ലാണ്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ അതിന്ന് കവിതയിലേക്ക് വരുമ്പോ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ആദ്യം ഇനീഷ്യലി. പിന്നെ പഠിച്ചിട്ടാണ് ആ ഒരു നമ്മൾ കവിത പാടുമ്പോൾ ഭയങ്കര പവർഫുൾ ആയിട്ട് അതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ കോമ്പറ്റീഷൻസിൽ പാടി അതൊരു ലെവലാണ്. എത്രയോ പേര് പങ്കെടുത്ത ഒരു കോമ്പറ്റീഷനിൽ സെക്കൻഡ് കിട്ടി. ഒരു 91,000 പേര് പങ്കെടുത്ത ഒരു ഷോ ആയിരുന്നു. വേൾഡ് വൈഡ് നടത്തിയ ഒരു കവിത ഷോ അല്ല, ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. ദുബായിൽ തന്നെയായിരുന്നു? അല്ല, അത് ഫേസ്ബുക്കിലായിരുന്നു. അപ്പൊ വേൾഡ് വൈഡാ. ഓൺലൈൻ. അതെ, ഓൺലൈനില്. കോവിഡ് ടൈമിലാണോ? കോവിഡ് ടൈം. കാരണം അക്കാലത്ത് ഒരുപാട് ഓൺലൈൻ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ സെക്കൻഡ് കിട്ടി. അതില് ഞാൻ കുമാരനാശാന്റെ കരുണ വളരെ മനോഹരമായിരുന്നു. രണ്ടുപേരും കൂടാം. ഓക്കെ.
രക്തമെല്ലാം ഒഴുകിപ്പോയി ക്ഷയിച്ചു ശക്തി സിരകൾ റിക്തമായി പ്രാണപാശമരുമാറായി അക്കിടപ്പിലും അവളായുവമുനിയെ വീക്ഷിപ്പാൻ പൊക്കിടുന്നു തല രാഗവൈഭവം കണ്ടോ അഥവാ ഇവൾ കെഴുമി ഭാവബന്ധബലത്താൽ താൻ ശിഥിലമായ തൽപ്രാണൻ തങ്ങി നിൽപ്പതാം അന്തിമമാമണമർപ്പിച്ചടിവാൻ മലർക്കാക്കില്ലേ ഗന്ധവാഹനേ രഹസ്യമാർക്കറിയാവോ. കുമാരനാശന്റെ കരുണ എന്റെ എല്ലാ ഫീലോടും കൂടി പാടി. പക്ഷെ ആൾക്കൊരു കരുണയില്ല കേട്ടോ. അല്ല, ഞാൻ ഇഷാനെ ഇങ്ങനെ സ്റ്റേജിൽ കാണുമ്പോൾ വളരെ അധികം സംസാരിക്കില്ലല്ലോ, ജസ്റ്റ് പാടുന്നു അറ്റത്ത് വന്ന് നിൽക്കണു. പക്ഷെ നേരിട്ട് കാണുമ്പോ ചില്ലാണ് ആള്. ശരിക്കും നമ്മൾ ആ വീഡിയോ കണ്ട സമയത്ത് വികാസ് അത് അയച്ചെന്ന സമയത്ത് ഭയങ്കര ക്വയറ്റ് ആയിട്ടുള്ള ഒരു കുട്ടി. പക്ഷെ അത് കഴിഞ്ഞ് നേരിട്ട് സംസാരിച്ചു ഈ കുട്ടി തന്നെയാണോ അതെന്ന് സത്യം പറഞ്ഞാൽ സംശയം തോന്നിപ്പോയി. അല്ല, ഞാൻ വിചാരിച്ച നേരെ തിരിച്ചായിരുന്നു. അഷ്കർക്ക് ഭയങ്കരമായിട്ട് ടോക്ക് ആക്റ്റീവും അഷ്കർക്ക് ഓഫ് കോഴ്സ് ആണ്. പക്ഷെ ഇഷാൻ ഇത്രയും സംസാരിക്കുന്ന അറിയുന്നുണ്ടായിരുന്നു. കണ്ടപ്പോ ഭയങ്കര ഞാനൊരു ശരിക്കും സ്റ്റേജ് ആങ്കർ ചെയ്യുന്നുണ്ട്. അതൊരു കഴിവാണ്. ഞാൻ ശരിക്കും അഷ്കർക്ക് ഒരു ഡിവോഷണൽ സോങ് ചെയ്തിട്ടില്ലേ? ആ സോങ്ങിനെ കുറിച്ചൊന്ന് പറയാമോ? ഡിവോഷണൽ സോങ്ങും ഇതേപോലെ തന്നെ സംഗീതം ചെയ്യണം പറഞ്ഞ് വന്നപ്പോൾ എനിക്ക് സത്യം പറയുമ്പോൾ ഞാനത് അധികം കേട്ടിട്ടില്ല. ഹിന്ദു ഡിവോഷണൽ സോങ് ആയിരുന്നു, ഞാൻ അധികം കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ രണ്ട് റെഫറൻസ് അയച്ചു തന്നു, ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന്. അപ്പോൾ എനിക്കിത് നമ്മൾ സാധാ കേൾക്കുന്ന ഒരു പാട്ട് പോലെ MG ശ്രീകുമാറിൻ്റെ രണ്ട് പാട്ട്. അപ്പം ഇതേപോലെ തന്നെ 4 വരി തന്നു, ഞാനത് പാടിക്കൊടുത്ത് അവർക്കും ഓക്കെയാണ്. ഇപ്പം സംഭവം എന്താ വെച്ചാൽ ആ പാട്ടാണ് ഇപ്പം ആ അമ്പലത്തിൽ ഡെയിലി രാവിലെയും വൈകുന്നേരം അമ്പലത്തിൽ ഈ പാട്ടാണ് ഹിന്ദു ഡിവോഷണൽ സോങ്. അത് അവിടെ ഓഡിയോ ലോഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മളെ ഗുരുവായൂരുള്ള മേൽശാന്തിയാണ്. അതിന്റെ ഓഡിയോ ലോഞ്ച് അവിടെ വന്ന് ചെയ്തിരിക്കുന്നത്. ഇത് ആലപ്പുഴയിലുള്ള കോണത്തമ്മ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ളൊരു അവിടുത്തെ പ്രതിഷ്ഠ കോണത്തമ്മയാണ്. അതിനു വേണ്ടി ചെയ്തൊരു പാട്ടായിരുന്നു. അതൊരു ഭയങ്കര ഇതായി. അവരതിന് 3 മാർക്ക് വന്ന് കിടക്കുന്നു. പിന്നെ സംബന്ധിച്ചിടത്തോളം അത് പാടണോ? ഓക്കെ. അതും ഇതുപോലെ തന്നെ വരി എഴുതിയിരിക്കുന്നത് അതിഥി അനീഷ് കുമാറാണ്. ഒരുപാട് സന്തോഷം. അമ്മേ ദേവി ആദിപരാശക്തി തായേ ഭദ്രേ മായേ കോണത്ത് വാഴുന്ന അമ്മേ ഭക്തജനങ്ങളുടെ കണ്ണീര് മാറ്റുന്ന മഞ്ഞാടിത്തറ വാഴും ദേവി ആരോരുമില്ലാത്ത ഞങ്ങളുടെ സങ്കടം കേൾക്കുന്ന ദുർഗയാം ദേവി അമ്മേ ദേവി ആദിപരാശക്തി തായേ ഭദ്രേ മായേ കോണത്ത് വാഴുന്ന അമ്മേ. ഇങ്ങനെ പോകുന്നത് എല്ലാ ദിവസവും അമ്പലത്തില്. അതാണ്, അതൊരു വലിയ ഭാഗ്യമായി. എന്താ പറയാ, അവരെ ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥന. ഇപ്പോൾ എനിക്ക് ഒരുപാട് വോയിസുകൾ വന്നു. പ്രദേശത്തെ ആൾക്കാരൊക്കെ പാട്ട് കേട്ടിട്ടും അവിടുത്തെ അമ്മമാരും അവിടുത്തെ ആൾക്കാരും ഭക്തജനങ്ങളൊക്കെ അയച്ച വോയിസൊക്കെ കേട്ടും ഒരുപാട് സന്തോഷമായി. പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിക്കാതെ കാണുന്നത് ഒരുപാട് സന്തോഷമുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായും. ഇനി പിന്നൊരു പ്രൊജക്ടും കൂടി ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ചെയ്ത് ഒരു 3 എണ്ണം കൂടി അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു 3 എണ്ണം അവരെ കെയർ ഓഫ് തന്നെ ഒരു 3 എണ്ണം ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാണ്ട് ഒരു 3 പ്രണയ സോങ്ങും കൂടി ചെയ്ത് വെച്ചിട്ടൊന്നും ഫൈനൽ ആയിക്കില്ല. നാട്ടിൽ പോയിട്ട് ചെയ്യണം. അതിന്റെ ഓർക്കസ്ട്രയും കാര്യങ്ങളൊക്കെ നാട്ടിലാണ് ചെയ്യുന്നത്. പിന്നെ വോക്കല് നമ്മളെ സലീൽ ഖാൻ. എല്ലാത്തിലും സലീൽ ഖാൻ പ്രത്യേകം പേഴ്സണലി എന്തും ഉണ്ടെങ്കിലും മോൻ വിളിച്ച് പറഞ്ഞു തരും, മോനെ അത് തെറ്റാണ്, അല്ലെങ്കിൽ ഇന്നത് കറക്ഷൻ ചെയ്യണമെന്ന്. അത് ഭയങ്കര, ഞാൻ എപ്പോഴും പാടാൻ പോയാലും സലീൽ ഖാനത്ത് പാടാൻ പോയാലും ഒരു ഗുണം എന്ന് വെച്ചാൽ കാര്യങ്ങൾ പറഞ്ഞു തരും. പെട്ടി വായിച്ച് സംഗതികൾ പുള്ളി അതിൽ വായിച്ച് നമുക്ക് പഠിപ്പിച്ചിട്ടേ അവിടെ വിടും. പിന്നെ നമ്മൾ എത്ര നമുക്ക് മിസ്റ്റേക്ക് വന്നാലും
അത് ക്ഷമയോടെ ഒരു പക്ഷെ എനിക്ക് അടി കിട്ടിക്ക് നടുപ്പുറത്തൊരു അടി എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിക്ക് അത്ര അത്ര സ്നേഹമാണ് നമ്മൾ ആ ഒരു ഇതുകൊണ്ടാണ് പുള്ളി അത് ചെയ്യുന്നത്. ആ ഒരു സന്തോഷം ഒരുപാട് അതിനെ കൊണ്ട് ഒരുപാട് എനിക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ല ഇന്നാൾക്ക് ഒരു റേഡിയോയില് വേറെ പ്രോഗ്രാം ഉണ്ട്, നിങ്ങൾ രണ്ടുപേരും ഉള്ളത് കൊണ്ട് അത് അതെ 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 അതന്നെ ഒരുപാട് സെലിൽക്ക് കൂടെ ഉണ്ടെന്നപ്പോ ഒരു സന്തോഷം. കാരണം നമ്മൾ വന്നപ്പോ തൊട്ട് കാണുകയാണ് രണ്ടുപേരും ഇരുന്നിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഇരുന്ന് നോക്കി പോകും. അങ്ങനെ ഓരോ നോട്ട്സും ക്ലിയർ ആയി ഇങ്ങനെ പറഞ്ഞെന്ന് അതെ സെലിൽക്കാട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും എന്താണ് കംഫർട്ട് സോണിലായിരിക്കുന്നത്. സെലിൽക്ക് അത്രയും നമ്മളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളെ കൊണ്ടുനടക്കുന്നുണ്ട്. സെലിൽക്കാർക്ക് അറിയാം ഞങ്ങൾ എന്ത് പാടും എന്നുള്ളത്. അഷ്കർ ഭായ് ഇഷാന ഒരു വിദ്യാസാഗറിന്റെ കട്ട ഫാനാണ്. നിങ്ങൾ അനുരാഗ് ലോചനായി പാടിയപ്പോ എനിക്ക് ആ മീശമാധവനിലെ സൗണ്ട് കേൾക്കാൻ തോന്നി. ഒരു കരിമഴിക്കുരുവി. അതെ അതെ എല്ലാവർക്കും സൗണ്ട് നമുക്ക് ഒരു നൊസ്റ്റാൾജിയാണ് ആ നമുക്ക് മീശമാധവൻ. ലിറിക്സ് എടുക്കണ്ടേ ഞാനാണല്ലേ. ഓക്കെ. ആനച്ചന്തം പൊന്നാമ്പന്നും മിണ്ടിയില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. ഒരു മണിക്കൂർ കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല. എത്ര പെട്ടെന്ന് പോയി സമയം. ഒരു 10-15 മിനിറ്റ് പോയ പോലെയാണ് ഒരു മണിക്കൂർ പോയത്. അപ്പൊ ഇഷാന അഷ്കർ ഭായ് ഒരുപാട് ഉയരത്തിലെത്തട്ടെ. ഈ കോംബോ ഇനിയും സൂപ്പർ ഹിറ്റായി മാറട്ടെ. ഇപ്പൊ സൂപ്പർ ഹിറ്റ് ആണ്, അതിലും ഒരുപാട് പ്രൊജക്ട് നിങ്ങൾ ഒരുമിച്ച് ചെയ്യുക. അപ്പോ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു അവസരം തന്നതിലൊക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുണ്ട്. വിളിച്ച് ഇവിടെ വരാൻ പറ്റിയതിലും നിങ്ങളൊക്കെ കാണാൻ പറ്റിയതിലും ചാനലൊക്കെ വരാൻ പറ്റിയതിലും ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഞങ്ങൾ വീഡിയോസിനെ കൊണ്ട് മാത്രമേ നിങ്ങളുടെ പാട്ട് ഒരുമിച്ച് കേട്ടിട്ടുള്ളൂ. സോ ഇപ്പൊ ഡയറക്റ്റ് നേരിട്ട് ഇരുന്ന് കേൾക്കാൻ പറ്റി, അതന്നെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. സലീൽക്ക ഒരുപാട് സന്തോഷം നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിന്. അപ്പൊ നമുക്കൊരു വൈബ് ഒരു പൊളി സോങ്ങോട് കൂടി വൈൻഡപ്പ് ചെയ്യാൻ പരിപാടി. അപ്പൊ ചേച്ചി പാടാം. നിങ്ങൾ 3 പേരും കൂടിയിട്ടൊരു പാട്ട്. ഏതാ ചേട്ടൻ പറ. ഈ പറഞ്ഞ മാതിരി വിദ്യാസാഗർ തന്നെ ഗില്ലി എന്ന് പറഞ്ഞ സിനിമയിലത്തെ ഒരു വിജയ് ഫാൻസിന് വേണ്ടിട്ട് ഒരു പൊളി സോങ്. ഓക്കെ, അപ്പടി പോളെ സെറ്റ് അല്ലേ? ഇതെന്താ ചേട്ടൻ ബാധകരോ? ഈ പെട്ടെന്ന് വരുന്ന പണികളെ കൊണ്ടേ ഇന്ന് ഫുള്ള് പണിയുടെ ദിവസമായിരുന്നു. அப்படி போடு 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 அசத்தி போடு கண்ணாலே, இப்படி போடு 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 இழுத்து போடு கையாலே. கொஞ்சம் வேணுமா இந்த நடை போதுமா, இன்னும் கொஞ்சம் வேணுமா, இந்த நடை போதுமா, இன்னும் கொஞ்சம் வேணுமா. அப்படி போடு 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 அசத்தி போடு கண்ணாலே, இப்படி போடு 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 இழுத்து போடு கையாலே. நீ துடிக்கிறியே ஏ அழகி, என் வயசுல நீ படுக்கிறியே, என் மெதுவா என் கழுத்துல நீ மணக்கிறியே, இது அது தானா? உன்னோட கண்ணங்களே காக்கா கடி நான் கடிக்க, என்னோட காது பக்கம் செல்ல கடி நீ கடிக்க, இந்த வயசு போதுமா?
இன்னும் கொஞ்சம் வேணுமா, இந்த வயசு போதுமா, இன்னும் கொஞ்சம் வேணுமா, இந்த வயசு போதுமா, இன்னும் கொஞ்சம் வேணுமா. அப்படி போடு 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 அசத்தி போடு கண்ணால, இப்படி போடு 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 இருந்து போடு கையால. வைக்கிற செனக வைக்கிறியே நீ ஜோரா, விக்க வைக்கிற விலக வைக்கிறியே நீ மெதுவா, பத்த வைக்கிற பதங்க வைக்கிறியே இது சரிதானா. சிக்க வைக்கிற சதுக்க வைக்கிறியே நீ ஜோரா, சொக்க வைக்கிற சொல்ல வைக்கிறியே நீ அழகா, பத்த வைக்கிற பதற வைக்கிறியே இது முறைதானா. ஒத்த பார்வை நெஞ்சுக்குள்ள ஊசி நூலும் கோர்க்குதடி, செத்து பல்லு சிறுப்பிலெல்லாம் 10 நலவு தெருக்கிதடி. தென்னையாடிக்கிட்டு உன்னோடு நாடு வரை நீ பேசிக்கிட்டு கூட சேர்த்து வரை இந்த ஆட்டம் போதுமா, இன்னும் கொஞ்சம் வேணுமா, இந்த ஆட்டம் போதுமா, இன்னும் கொஞ்சம் வேணுமா, இந்த ஆட்டம் போதுமா, இன்னும் கொஞ்சம் வேணுமா. அப்படி போடு 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 அசத்தி போடு கண்ணால, இப்படி போடு 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 இழுத்து போடு கையால. உன்னோட ஏறுகிற உன்னோட கணபதி கணபூச்சி ஆட வர இந்த நடை போதுமா, இன்னும் கொஞ்சம் வேணுமா, இந்த நடை போதுமா, இன்னும் கொஞ்சம் வேணுமா, இந்த நடை போதுமா, இன்னும் கொஞ்சம் வேணுமா. ഓ പൊളി, അടിപൊളി. ഒരിക്കൽ കൂടി താങ്ക് യു ഇഷാന, താങ്ക് യു അഷ്കർ ഭായ്. എല്ലാവർക്കും സന്തോഷം, ഒരുപാട് നന്ദി. അപ്പോൾ ഹോപ്പ് യു എൻജോയ് ദ ഷോ. അപ്പോൾ പുതിയൊരു ഗസ്റ്റുമായി അടുത്ത ശനിയാഴ്ച ഷാർപ്പ് 8:30 PM. സൈനിങ് ഓഫ് വികാസ് കാർത്തിക്. ബൈ ഫ്രം രാധിക മേനോൻ. ബൈ ഫ്രം ഞങ്ങൾ. പൊളി.